ചലച്ചിത്ര നടനും MLA-യുമായ മുകേഷ് CPM സമ്മേളന വേദിയിൽ എത്തിയിട്ടുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, മുകേഷ് സമ്മേളനത്തിൽ എത്താത്തത്, മുകേഷിനെ ക്ഷണിക്കാത്തത് മാറ്റി നിർത്തുകയാണ് എന്ന മട്ടിലുള്ള കാര്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതിനോട് മുകേഷിന് അതൃപ്തിയുമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് മുകേഷ് പ്രതികരിച്ചത് സമ്മേളന വേദിയിൽ എത്തുമ്പോൾ? സമ്മേളനം നടക്കുന്ന സമയത്ത് സ്ഥലത്തില്ല എന്നുള്ളത് പാർട്ടി നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് താൻ സമ്മേളനത്തിന്റെ ഈ ഉദ്ഘാടനം നടക്കുന്ന ദിവസങ്ങളിൽ ഇവിടത്തേക്ക് എത്താത്തത്. എറണാകുളത്ത് ഒരു സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലാണ് താൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് താൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതാണ് മുകേഷ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഈ ലൈംഗിക ആരോപണ പരാതി ഉയർന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറെ നാളുകളായി CPM-ന്റെയോ അല്ലെങ്കിൽ മറ്റ് പൊതുവായിട്ടുള്ള പരിപാടികളിലൊക്കെ മുകേഷ് പങ്കെടുക്കുന്നത് വളരെ കുറവാണ്. അതിന്റെ ഭാഗമായാണ് അങ്ങനെ ഒരു മുകേഷ് സമ്മേളനത്തിലെത്തിയാൽ അത് വീണ്ടും ഒരു വലിയ വിവാദത്തിന്, അതായത് ലൈംഗിക ആരോപണ പരാതി നേരിട്ട ഒരാളെ സമ്മേളനത്തിന്റെ സംഘാടനത്തിന്റെ ഭാഗമായും സമ്മേളനത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലുമൊക്കെ CPM വിളിച്ചിരുത്തിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദം സങ്കീർണമാക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാറി നിന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ പിന്നീട് മുകേഷ് MLA, അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ, പാർട്ടിയുടെ തന്നെ ചിഹ്നത്തിൽ കൊല്ലത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഒരു MLA കൂടിയാണ് മുകേഷ്. ആ മുകേഷ് എത്താതിരുന്നത് ചർച്ചയായതോടുകൂടിയാണ് ഈ സമ്മേളനത്തിൽ മുകേഷ് ഇതിന്റെ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. നാളെ ഇപ്പോൾ സമ്മേളനം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് തൊട്ട് മുൻപായി തന്നെ മുകേഷ് ഈ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും മുകേഷ് ഇല്ലാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദം. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്തിന് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും അല്ല, നമ്മളില്ലാതെ കൊല്ലം ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് രാവിലെ ലണ്ടനിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നില്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞു എന്താണ് ലണ്ടനിൽ പോയത്? ജോലി. ഞാൻ പറഞ്ഞു ജോലിയാണ് ഞാനും പോയത്. ഇന്ന് വരും, അത്രേ ഉള്ളൂ. ജോലിക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് ഒരു ജീവിതമാർഗമില്ലേ. അല്ല, അത് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. കാരണം ഇവിടെ സംസ്ഥാന സമ്മേളനം പ്രതിനിധികളാണ്, മെമ്പർമാരാണ്. ഞാൻ മെമ്പർ അല്ല. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഞാൻ ലോഗോ പ്രകാശനത്തിനുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത്. ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ്. ഓമാധവൻ ഫൗണ്ടേഷനാണ്. ട്രോഫി കൊടുത്തത് ഞാനാണ്. ഇതിൽ കൂടെ നമ്മളെന്തോ ചെയ്യാനാണ്? പിന്നെ ഇനി ഒരു കാർഡുണ്ട്. അടുത്ത മാസം 3 ദിവസം ചെന്നൈയിലാണ്, 2 ദിവസം മൈസൂറിലാണ്. ഏപ്രിൽ 22 മുതൽ MLA-മാരുടെ ഒരു ടൂറ് കാശ്മീർ, ഡൽഹി, ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ് കാര്യം. ആ സമയത്ത് ബഹളം ഉണ്ടാക്കരുത്. താങ്ക് യു വെരി മച്ച്. അത് കൊല്ലം ഇളക്കി മറിക്കുകയാണ്. അതെല്ലാം അറിയാം. ഇതിന്റെ പിന്നിൽ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും ഗംഭീരമായിട്ട് മുകേഷ് പറയുന്നത് ഈ വല്ലാത്ത കരുതലാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ്. ശരിയാണ്, മുകേഷ് പാർട്ടി മെമ്പർ അല്ല. പ്രതിനിധി സമ്മേളനത്തിൽ മുകേഷിന് പങ്കെടുക്കാനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങൾക്കുള്ള പരിഹാസരൂപേണയുള്ള വിമർശനമായിരുന്നു അത്, അല്ലേ? അതെ, മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ടുകൂടിയാണ്. പക്ഷേ അരുൺ, അതിനകത്തൊരു പ്രധാനപ്പെട്ട, അതായത് മുകേഷ് ഈ സമ്മേളനത്തിന്റെ പ്രതിനിധിയല്ല. അതായത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 540-ലധികം വരുന്ന പ്രതിനിധികളിൽ ഒരാളല്ല മുകേഷ് എന്നുള്ള സാങ്കേതിക ന്യായം പറയാമെങ്കിലും മുകേഷ് ഈ സമ്മേളനത്തിന്റെ, അതായത് സമ്മേളനം നടക്കുന്ന പ്രദേശത്തിന്റെ MLA കൂടിയാണ്. ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ്. CPIM-ന്റെ പാർട്ടി ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഒരു MLA-യാണ്. ആ MLA സ്വാഭാവികമായും ഇതിന്റെ സംഘാടനത്തിനും അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി ഉണ്ടാവേണ്ട ഒരാളാണ്. ഇതിപ്പോൾ സമ്മേളനം, കഴിഞ്ഞ സമ്മേളനത്തിലൊക്കെ എറണാകുളത്തെ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ അതിന്റെ ഭാഗമായിരുന്നു. ജില്ലാ നേതാക്കൾ അതിന്റെ ഭാഗമായിരുന്നു. ആ സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ അല്ലാതെ എറണാകുളം മേഖലയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ, അങ്ങനെ എല്ലാവരും അതിന്റെ ഭാഗം. അപ്പോൾ ആ രീതിയിൽ കൊല്ലത്തുള്ള മറ്റ് ജനപ്രതിനിധികളും കൊല്ലത്തുള്ള മറ്റ് പാർട്ടി പ്രവർത്തകരും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കേണ്ടതാണ്. അത് ഒരു ലിഖിതമായ നിയമമൊന്നുമല്ല എങ്കിൽ കൂടി അതൊക്കെ സജീവമായ രീതിയിൽ ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ലൈംഗിക
ലൈംഗിക ആരോപണ പരാതി ഉള്ളത് കൊണ്ട് കൂടിയാണ് അത്രയും സജീവമായ രീതിയിൽ മുകേഷ് പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പാർട്ടിയും അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ മുകേഷ് പങ്കെടുക്കാത്തത് ഏതെങ്കിലും പങ്കെടുക്കണമെന്നുള്ളൊരു നിർബന്ധം പാർട്ടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും മുകേഷ് ഇപ്പോൾ സമ്മേളന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങളെ ഉൾപ്പെടെ പരിഹാസ രൂപേണ മാധ്യമങ്ങളുടെ കരുതലിന്, അതായത് താൻ എത്തിയില്ല എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും താൻ എവിടെയാണ് എന്ന രീതിയിൽ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മാധ്യമങ്ങളോടും മറ്റ് പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഈ കാര്യങ്ങളിൽ വാർത്തയുടെ ഭാഗമായി ഈ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ തന്നെ മാധ്യമ പ്രവർത്തകരിൽ പലരും അത്തരത്തിലുള്ള ചില ഫേസ്ബുക്ക് കമന്റുകളും ഉൾപ്പെടെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള ഒരു കരുതലിന് വലിയ ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് മുകേഷ് ഈ സമ്മേളന ഹാളിലേക്ക് കയറിപ്പോയത്. ഇന്ന് രാവിലെ തന്നെ ലണ്ടനിൽ നിന്ന് ഒരു ബ്രാഞ്ച് സെക്രട്ടറി, അതായത് ഇവിടെ നാട്ടിലുള്ള ഒരു മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ലണ്ടനിൽ നിന്ന് തന്നോട് വിളിച്ച് താങ്കൾ എന്താണ് സമ്മേളനത്തിൽ പോകാത്തത് എന്ന കാര്യം അന്വേഷിച്ചു. അപ്പോൾ എന്തിനാണ് താങ്കൾ ലണ്ടനിൽ പോയതെന്ന് അവരോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ജോലിയുടെ ഭാഗമായി പോയതാണ്. അപ്പോൾ തൻ്റെയും ഒരു ഉപജീവന മാർഗമായിട്ടുള്ള സിനിമ, ആ സിനിമയുടെ ഭാഗമായാണ് താൻ കുറച്ച് ദിവസം ഇവിടെ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോയത്. അതിന്റെ ഭാഗമായി ആ ജോലി കഴിഞ്ഞു താൻ സമ്മേളന വേദിയിലേക്ക് എത്തി എന്നുള്ളതാണ് മുകേഷിന്റെ ഭാഗമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മുകേഷ് പ്രതികരണം നടത്തി സമ്മേളന ഹാളിനകത്തേക്ക് പോയിട്ടുള്ളത്. മുകേഷ് ഇപ്പോഴും ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹാളിന് പുറത്തായി ഈ പ്രവർത്തകരോടൊക്കെ സംസാരിച്ച് നിൽക്കുന്നത് ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അല്പസമയത്തിന് എന്തായാലും ഒരുപക്ഷെ മുകേഷ് ഈ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത് ഹാളിന് ഇറങ്ങി വരികയും പോയാൽ അല്ല അങ്ങനെ എന്തോ പറഞ്ഞു അല്ലേ? അല്ല MLA പാർട്ടി മെമ്പർ അല്ല, സാങ്കേതികമായി പറയാം. അതായത് പ്രതിനിധി അല്ലാത്തതുകൊണ്ട് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. പാർട്ടിക്ക് വലിയ താല്പര്യം ഉണ്ടാകില്ല. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച MLA ആണ്. ആ MLAയുടെ മണ്ഡലത്തിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെ ആതിഥേയനായിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ഉണ്ടാവും. പക്ഷേ അദ്ദേഹം അതിന് പറയുന്നത് തനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ചെന്നൈയിലും മൈസൂരിലും ഒക്കെ ഷൂട്ടിംഗ് ആണ് ഉണ്ടാവാം. അതൊക്കെ അങ്ങനെ പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നു എന്ന് മാത്രം.